രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. അടിമാലിയുടെ ജീവനാഡിയായ ദേവിയാർ പുഴയിൽ വൻതോതിൽ മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങൾ അടക്കം പുഴയിലേക്കാണ് തള്ളുന്നത്. പുറമെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ട് കുടിവെള്ളം പോലും കിട്ടാക്കനിയായി മാറുന്ന ഘട്ടത്തിലാണ് ഉള്ള വെള്ളവും മാലിന്യം നിറച്ച് വിഷമാക്കി മാറ്റുന്നത്. പെരിയാറിന്റെ കൈവഴിയായ ദേവിയാർ പുഴ ഉത്ഭവം മുതൽ മാലിന്യം പേറിയാണ് ഒഴുകുന്നത്. മച്ചിപ്ലാവ് പറക്കുടി സിറ്റി ഭാഗത്താണ് വ്യാപകമായി ചാക്കിൽ കെട്ടി മാലിന്യങ്ങൾ ദേവിയാർ പുഴയിലേക്ക് തള്ളുന്നത്. വൻതോതിൽ മാലിന്യം തള്ളുന്നെന്ന നാട്ടുകാരുടെ പരാതിയിൽ ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗം കെ ബുൾബേന്ദ്രനും ഗ്രീൻ കെയർ കേരള ജില്ലാ പ്രസിഡന്റ് അലിയ ദേവി പ്രസാദ്, പഞ്ചായത്ത് അംഗം എന്നിവർ നേരിട്ടെത്തി പരിശോധന നടത്തി. ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച മാലിന്യത്തിൽ നിന്നും വിലാസമടങ്ങിയ ബില്ലടക്കം ലഭിക്കുകയും ചെയ്തു. ടൺ കണക്കിന് അറവ് മാലിന്യങ്ങളും കോഴി വേസ്റ്റും പച്ചക്കറി വേസ്റ്റും എന്തിനേറെ താലൂക്ക് ആശുപത്രിയുടെ ലേബലുള്ള ആശുപത്രിയല്ല തട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ചാക്ക് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായത് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ല് വരെ കിട്ടി, ആളെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതിനകത്ത് സ്റ്റേഷനറി സാധനങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ, എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് കെട്ടി ഇതിനകത്തിട്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ഇത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്താൽ അവരെടുക്കുന്ന വേസ്റ്റുകളാണ് ഈ കൊണ്ട് തട്ടിയിരിക്കുന്നതിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് ഇവിടെയെല്ലാം ക്യാമറ വെച്ച് ഈ ദേവിയാർ പുഴയെ നല്ല വേനൽ വരുമ്പോൾ അലക്കാനും കുളിക്കാനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പുഴയിൽ ഇപ്പോൾ മുഖം കഴിയാൽ ആൾക്കാർ ബോധം കെട്ടുപോകും. അതേ രീതിയിൽ മാലിന്യമാണ്, അത്രയ്ക്ക് ദുർഗന്ധമാണ് ഈ പുഴയിൽ നിന്ന് വരുന്നത്. പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗവും പ്രതികരിച്ചു. വിസർജ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള പലവിധ മാലിന്യ വേസ്റ്റുകൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണാൻ സാധിച്ചു വരുന്നുണ്ട്. ഈ വാർഡിൻ്റെ 18-ാം വാർഡ് മെമ്പറാണ് ഞാനിപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ പരാതികൾ തുടർന്നു വരുന്ന സാഹചര്യത്തിൽ വേസ്റ്റ് മാലിന്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ ഇന്ന് എന്നെ വിളിച്ചു പറയുകയും അതിൻ്റെ അകത്തുനിന്ന് അവരുടെ പേര് സഹിതം പലവിധ KSEB ബില്ലുകൾ ഉൾപ്പെടെ മരുന്നുകളുടെ പേപ്പർ ഉൾപ്പെടെ നമുക്ക് കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ഭരണാധികാരികളെ നേരിട്ട് തന്നെ ഞാൻ വിളിച്ചു പറയുകയും അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും. അതേസമയം ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന മാലിന്യ നിക്ഷേപം തടയുന്നതിനും പിഴ ഈടാക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ജില്ലാ കളക്ടർക്ക് അടക്കം പരാതി നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.